ബലാത്സംഗ കേസിൽ പാലക്കാടിന്റെ MLA രാഹുൽ മങ്കൂട്ടത്തിൽ അറസ്റ്റിലാണ്. ഇമെയിൽ വഴി ലഭിച്ച പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ അതിവേഗ നടപടി. പാലക്കാട്ടെ KPM ഹോട്ടലിൽ വെച്ച് അർദ്ധരാത്രിയോടുകൂടിയാണ് പോലീസ് രാഹുലിനെ പിടികൂടിയത്. പഴുതടച്ച നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയതും. മൂന്നാം കേസിൽ അതിശക്തമായ തെളിവുകൾ യുവതി കൈമാറിയെന്നാണ് സൂചന. ക്രൂരമായ പീഡനത്തിനൊപ്പം ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചതും സാമ്പത്തിക ചൂഷണം ചെയ്തുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത രാഹുൽ മങ്കൂട്ടത്തിലിനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചു. G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ അറസ്റ്റിലാകുന്നു. ഏത് കേസിലാണ് അറസ്റ്റിലാകുന്നതെന്ന് സംബന്ധിച്ച് ഒരുപക്ഷെ മാധ്യമങ്ങൾക്കടക്കം അല്ലെങ്കിൽ ഈ പൊതുസമൂഹം ഏത് കേസിലാണ് പുതിയ അറസ്റ്റ് എന്നെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം നിൽക്കുന്ന സാഹചര്യത്തിലാണ് പിന്നീട് കാര്യങ്ങളുടെ ചുരുളഴിയുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മൂന്നാമത്തെ കേസ് 3 കേസുകളും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെടുന്നു, വിവാഹ വാഗ്ദാനം നൽകുന്നു, അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അത് കുഞ്ഞ് വേണം എന്നാവശ്യപ്പെടുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി ഗർഭിണിയാകുന്നു. ഗർഭിണിയായ ശേഷം പെൺകുട്ടി ഈ ഗർഭം അലസിപ്പിക്കാൻ അല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നു. അത്തരത്തിൽ ഗർഭചിത്രം നടത്തിയതിനു ശേഷം പിന്നീട് വലിയ തോതിലുള്ള അസഭ്യവർഷം ഉണ്ടാവുകയും ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഫോണിൽ പോലുമുള്ള കോണ്ടാക്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കേസിലും ഉണ്ടായിരിക്കുന്നത്. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞ അല്ലെങ്കിൽ അറസ്റ്റ് നീട്ടുകയാണ് കോടതി ചെയ്തത്. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. ഈ മൂന്നാമത്തെ കേസിലും സമാനമായ തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അതാണ്. ആ കാര്യത്തിലാണ് പോലീസ് വളരെ വ്യക്തമായി വളരെ കൃത്യമായി അവരുടെ പ്ലാൻ നടപ്പിലാക്കിയെടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പരാതി വരുന്നു. ഈ പരാതിയുടെ പുറത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പെൺകുട്ടി പത്തനംതിട്ട സ്വദേശിയാണ്. ആ ഭാഗത്താണ് ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ വിദേശത്താണുള്ളത്. ആ പെൺകുട്ടി ഇമെയിൽ വഴി പരാതി നൽകുന്നു. ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം പെൺകുട്ടിയോട് മൊഴി നൽകാൻ ആവശ്യപ്പെടുന്നു. വീഡിയോ കോൺഫറൻസിംഗ് വഴി പെൺകുട്ടി മൊഴി നൽകുന്നു. അതോടൊപ്പം തന്നെ തെളിവുകൾ നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്നാമത്തെ കേസിൽ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.